കായംകുളം നഗരസഭാ വാർഡ് 24ലേക്ക് അംഗനവാടി അനുവദിച്ച കൗൺസിൽ തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും 24ാം വാർഡിലെ മുതിർന്ന പൗരനുമായ ബേക്കർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ വാർഡ് 24ലേക്ക് അംഗനവാടി അനുവദിച്ച കൗൺസിൽ തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. സ്വാതന്ത്ര്യ സമര സേനാനിയും 24ാം വാർഡിലെ മുതിർന്ന പൗരനുമായ ബേക്കർ സാഹിബ് ധർണ ഉദ്ഘാടനം ചെയ്തു. തീരുമാനമെടുത്ത 24ാം വാർഡിലെ അംഗനവാടിക്ക് വേണ്ടിയുള്ള നിർബന്ധപൂർവ്വമുള്ള ആവശ്യം നടപ്പാക്കാൻ താമസിച്ചതുകൊണ്ട് നടപടിക്രമങ്ങൾ മോശമാക്കിയതുകൊണ്ട് കൗൺസിലിൽ 24ാം വാർഡിലെ ആളുകൾ ഒത്തൊരുമിച്ച് കൗൺസിലറുടെ നിർദ്ദേശത്തോടും നേതൃത്വത്തോടും നടത്തുന്ന നഗരസഭാ കൗൺസിലർ ഷാമില അനുമോന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. 2500ഓളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട അന്നു മുതൽ തന്നെ ഈ 2 കാലയളവുകളായി ഞാൻ കായംകുളം നഗരസഭയിൽ 24ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ എന്നെ തിരഞ്ഞെടുത്ത അന്ന് മുതൽ തന്നെ തുടങ്ങിയ ആവശ്യമാണ് അവരെ വാർഡിൽ ഒരു അംഗനവാടി ഉണ്ടാവുക എന്ന്. അംഗനവാടിയെക്കുറിച്ച് നമ്മൾക്കറിയാം, നിരവധി ആനുകൂല്യങ്ങൾ നഗരസഭയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടക്കം നൽകപ്പെടുന്ന വിവിധ ആനുകൂല്യങ്ങൾ പലതും അംഗനവാടി വഴിയാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ അംഗനവാടിയില്ലാത്ത നഗരസഭയിലെ ഏക വാർഡായ 24ാം വാർഡിലേക്ക് അംഗനവാടി അനുവദിക്കുന്നതിലേക്ക് ജൂലൈ മാസം 15-ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ വോട്ടിങ്ങിലൂടെ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ഈ തീരുമാനം ICDS വകുപ്പിനെ രേഖാമൂലം അറിയിച്ചു. തുടർ നടപടികൾ നടത്തണമെന്നിരിക്കെ നഗരസഭാ സെക്രട്ടറി നാളിതുവരെ മേൽ തീരുമാനം ICDSനെ അറിയിച്ചിട്ടുമില്ല. ഇതിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. വാർഡിലെ 200ഓളം ജനങ്ങൾ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.